ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വരുണിനെയും രാധികയും റിമാൻഡ് ചെയ്ത് സബ് ജയിലിലേക്ക് അയക്കാൻ ഈ കോടതി ഉത്തരവിടുന്നു. വരുണുമായി ഒരു ജീവിതം മോഹിച്ച രാധിക ബോധപൂർവം അനിയത്തിയെ ഇല്ലായ്മ ചെയ്യാൻ ഈ നിൽക്കുന്ന വരുൺ കൂട്ടുനിൽക്കുകയായിരുന്നു. യുവർ ഓണർ, ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ സുഗമമായിരിക്കണമെന്നില്ല. എന്റെ കക്ഷി വരുൺ രാധികയെ സ്നേഹിച്ചു എന്ന് പറയുന്നത് ഒരു മനുഷ്യ സഹജമായ കാര്യമാണ്. തന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വരുൺ പല തവണ പ്രിയങ്കയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതും സത്യമാണ്. പക്ഷെ ആ ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ കൊന്നു എന്ന് പറയുന്നതിന് അടിസ്ഥാനമില്ല. യുവർ ഓണർ, പ്രതി വരുണിന്റെ വീടായ കണിമംഗലത്ത് നിന്നും പ്രിയങ്കയെ കടത്തിക്കൊണ്ടുപോയതിന് വ്യക്തമായ തെളിവുകളുണ്ട്. പക്ഷേ പ്രിയങ്ക തന്റെ ഇഷ്ടപ്രകാരം സിനിമയിൽ അഭിനയിക്കാൻ ഏതോ അന്യ സംസ്ഥാനത്ത് പോയിരിക്കുകയാണെന്ന് ഒരു കഥ പ്രതികൾ തന്നെ ഉണ്ടാക്കി. അത് സ്വന്തം കുടുംബത്തെ വിശ്വസിപ്പിക്കുകയും പ്രിയങ്കയുടെ അച്ഛൻ ദേവനാരായണനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും വിശ്വസിപ്പിച്ചു. അതിന്റെ അർത്ഥം പ്രിയങ്കയുടെ കൊലപാതകം ആസൂത്രിതമായിരുന്നു എന്നതിൽ സംശയമില്ല. കൊലപാതകത്തിന്റെ ഓരോ ഘട്ടത്തിലും അതിവിദഗ്ധമായി തെളിവുകൾ ഉണ്ടാക്കാനും മറയ്ക്കേണ്ട തെളിവുകൾ മറയ്ക്കാനും ഈ പ്രതികൾക്ക് സാധിച്ചു എന്നതാണ്. ഇത്തരം പ്രതികൾക്ക് ജാമ്യം കൊടുക്കുന്നത് തെറ്റായ കീഴ്വഴക്കം തന്നെ സൃഷ്ടിക്കും. അത് യുവതലമുറയ്ക്ക് തെറ്റായ സന്ദേശം എത്തിക്കാൻ കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ച് ജയിലിലേക്ക് അയക്കാൻ ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കുന്നു. യുവർ ഓണർ, തെളിവുകൾ എന്റെ കക്ഷികൾക്കെതിരായിരിക്കാം. പക്ഷേ തെളിവുകളല്ലല്ലോ സത്യം. വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒരുപോലെ പ്രിയങ്കരിയായ ഒരു പെൺകുട്ടിയാണ് രാധിക. അങ്ങനെ ഒരു പെൺകുട്ടിക്ക് ഒരിക്കലും സ്വന്തം അനുജത്തെ കൊല്ലാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ കക്ഷിക്ക് ജാമ്യം അനുവദിക്കണമെന്നും അവർക്ക് നീതി ഉറപ്പാക്കണമെന്നും താഴ്മയായി അപേക്ഷിക്കുന്നു. ഭാര്യ ജീവിച്ചിരിക്കെ ഭാര്യയുടെ സഹോദരിയുമായി ബന്ധം പുലർത്തുകയും അവരെ സ്വന്തമാക്കുന്നതിനു വേണ്ടി ഭാര്യയെ ഇല്ലായ്മ ചെയ്യാൻ പ്രതി ശ്രമിച്ചു എന്നതും വ്യക്തമായ തെളിവുകൾ ഹാജരാക്കാൻ പോലീസിന് സാധിച്ചിട്ടുണ്ട്.
പ്രതിഭാഗം അഡ്വക്കേറ്റ് നടത്തിയ ദുർബലമായ വാദഗതികൾ മുഖവിലക്കെടുക്കേണ്ട എന്ന് കോടതി തീരുമാനിക്കുകയും വരുണിനെയും രാധികയും റിമാൻഡ് ചെയ്ത് സബ് ജയിലിലേക്ക് അയക്കാൻ ഈ കോടതി ഉത്തരവിടുന്നു. ഈ കേസിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്നും കേസിന്റെ മറ്റു വശങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഈ റിമാൻഡ് കാലയളവിൽ പൂർത്തിയാക്കേണ്ട ചുമതലയാണെന്നും ഈ കോടതി ഓർമ്മിപ്പിക്കുന്നു. കോർട്ട് അഡ്ജേൺഡ്.